പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, പിറ്റേ നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുത് മോശ പറഞ്ഞു. ഈ 18, 17, 16 വചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം തൻ്റെ കൂടാരത്തിനടുത്ത് മന്ന വരുന്നു, മന്ന പെറുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മോശ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ കൂടാരത്തിൽ എത്ര പേരുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പെറുക്കിയാൽ മതി. നാളത്തേക്ക് വെക്കണ്ട, മിച്ചമുണ്ടാകണ്ട. നിങ്ങൾക്ക് എന്താണ് ഇപ്പം ആവശ്യം, ഇപ്പം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് അവർക്കനുസരിച്ച് പെറുക്കാനാണ് പറഞ്ഞത്. അത് ചിലർ കുറവ് പെറുക്കി, ചിലർ കൂടുതൽ പെറുക്കി. ഹല്ലേലൂയ. ഈ കൂടുതൽ പെറുക്കിയവരെയൊക്കെ മന്ന അത് ചീത്തയായിപ്പോയി, കൃമിയായി, അത് കഴിക്കാൻ കൊള്ളാത്ത രീതിയിലായിപ്പോയെന്ന് അവിടെ നമ്മൾ വചനം വായിക്കുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം, അതിപ്പം മോശയെ കർത്താവാ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലാക്കി വെച്ചത്, തൻ്റെ രക്ഷകനായി കർത്താവാ മോശയാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം കറക്റ്റായിട്ട് നമ്മൾ അനുസരിക്കാൻ ശീലിപ്പിക്കുക. അത് നമ്മൾ പാസ്റ്റർ പറയുന്നതായിട്ട്, നമ്മൾ വീട്ടിലായിരിക്കും, നമ്മൾ അച്ഛനമ്മ പറയുന്നതായിട്ട്, ആര് പറഞ്ഞാലും അത് ദൈവശബ്ദമാണ്. അത് നിങ്ങൾക്ക് നന്മയെന്നും ബോധ്യമുണ്ടെങ്കിൽ 100% നിങ്ങൾ അനുസരിക്കുക. അത് നിങ്ങൾക്ക് നന്മയ്ക്കായി ഭവിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.